നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആര് വിജയിച്ചാലും തോറ്റാലും ഈ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലേക്ക് നടന്നു കയറുമെന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. അത് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകതയോ മത്സരത്തിന്റെ കാഠിന്യമോ ഒന്നുമല്ല പ്രധാന കാര്യം. ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് കാരണക്കാരനായ PV അൻവർ എന്ന വ്യക്തിയുടെ നിലപാടുകൾ സംബന്ധിച്ചാണ്. കേരളത്തിലെ 140 പേരിൽ ഒരാൾ. അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നു 2024 സെപ്റ്റംബർ മാസം വരെ PV അൻവർ എന്ന വ്യക്തി. അതായത് കേരളത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട 140 MLA-മാരിൽ ഒരാൾ. എന്നാൽ താൻ പ്രതിനിധാനം ചെയ്യുന്ന മുന്നണിയിൽ നിന്നുകൊണ്ട് ആ മുന്നണിയെ തകർക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയത് മൂലം അനഭിമതനായി മാറുകയും പിന്നീട് സ്വയം മുന്നണിക്ക് പുറത്തേക്ക് പോയി ദിവസങ്ങൾക്കുള്ളിൽ നിയമസഭാ അംഗത്വം രാജിവെച്ച് UDF മുന്നണിയിൽ കയറിപ്പറ്റാൻ ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്ത വ്യക്തിയാണ് ഈ പറയുന്ന അൻവർ. പതിറ്റാണ്ടുകൾ കോൺഗ്രസ് നേതാവായ ആര്യാടൻ മുഹമ്മദ് കൈവശം വച്ചുകൊണ്ടിരുന്ന നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ 2016-ൽ PV അൻവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിന്തുണയോടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും വൻ വിജയം നേടുകയും ചെയ്തപ്പോൾ ഈ പറയുന്ന PV അൻവർ അത് തൻ്റെ വ്യക്തിപരമായ നേട്ടമാണെന്ന് വിശ്വസിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തൊട്ടടുത്ത വർഷം, അതായത് 2021-ൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആ വിജയം ഒരിക്കൽ കൂടി ആവർത്തിച്ചപ്പോൾ അത് തീർത്തും തൻ്റെ നേട്ടം തന്നെയാണെന്ന് അൻവർ ഉറച്ചു വിശ്വസിച്ചു. ആ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ടാണ് രണ്ടാം പിണറായി മന്ത്രിസഭയുടെ അവസാന കാലത്ത് മന്ത്രിസഭയെ നയിക്കുന്ന CPM-ഉമായും മുഖ്യമന്ത്രി പിണറായി വിജയനുമായും PV അൻവർ ഉടക്കിയത്. ആ ഒരു വിശ്വാസത്തിൻ്റെ ഉറപ്പിൽ തന്നെയാണ് നിലമ്പൂർ MLA സ്ഥലം രാജിവെക്കാനും തുടർന്ന് ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ അവിടെ താൻ പറയുന്ന സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന ഉറച്ച പ്രതീക്ഷ അൻവറിനുണ്ടായത്. യഥാർത്ഥത്തിൽ എന്താണ് യാഥാർത്ഥ്യം? PV അൻവർ എന്ന് പറയുന്ന വ്യക്തി നിലമ്പൂരിനെ സംബന്ധിച്ച ഒരു അവിഭാജ്യ ഘടകമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 2016-ലും 2021-ലും PV അൻവർ മണ്ഡലത്തിൽ വിജയിച്ചു എന്നുള്ളത് ശരി. പക്ഷേ ഈ 2016-ൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഷൗക്കത്തായിരുന്നു അന്നും സ്ഥാനാർത്ഥി. അന്ന് ഏകദേശം 10,000-ഓളം വോട്ടുകൾക്കാണ് ആര്യാടൻ ഷൗക്കത്ത് അൻവറിനോട് തോൽക്കുന്നത്. എന്തുകൊണ്ടാണ് അത്രയും വലിയൊരു തോൽവി ഷൗക്കത്തിന് സംഭവിച്ചത്? പൊതുവെ മുസ്ലിം ഭൂരിപക്ഷ മേഖലയായ നിലമ്പൂരിൽ ആര്യാടൻ കുടുംബത്തിനോട് മുസ്ലിം ലീഗ് പ്രവർത്തകർക്ക് നിലനിൽക്കുന്ന വിരോധം തന്നെയാണ് ആ തോൽവിയുടെ യഥാർത്ഥ കാരണം എന്ന് പറയാം. അതല്ലാതെ ഒരിക്കലും PV അൻവർ എന്ന വ്യക്തിയുടെ വ്യക്തിപ്രഭാവമോ മറ്റൊന്നുമല്ല അവിടെ വർക്ക് ചെയ്തത്. തൊട്ടടുത്ത തവണ ആര്യാടൻ ഷൗക്കത്തിന് പകരം കോൺഗ്രസ് നേതാവ് VV പ്രകാശാണ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. എന്നാൽ ഷൗക്കത്തിനോടുള്ള വിരോധം നിലമ്പൂരുകാർക്ക് പ്രകാശിനോടില്ലാതെ പോയി. അതുകൊണ്ട് PV അൻവർ അന്ന് കഷ്ടിച്ച്, അതായത് 2700 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയായിരുന്നു. ഇപ്പോൾ നടക്കുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കുമെന്നുള്ളതാണ് ചോദ്യം ഉയരുമ്പോഴാണ് അവിടെ അവകാശവാദവുമായി ഈ പറയുന്ന നമ്മുടെ PV അൻവർ രംഗപ്രവേശം ചെയ്യുന്നത്. പുള്ളിക്കാരൻ ഇപ്പോൾ പറയുന്നത് താൻ 25,000-ഓളം വോട്ടുകൾ നിലമ്പൂരിൽ പിടിക്കുമെന്നാണ്. അതായത് വൻ ഭൂരിപക്ഷത്തോടെ താൻ വിജയിക്കുമെന്നാണ് PV അൻവർ ആ പറഞ്ഞതിൻ്റെ അർത്ഥം. LDF-ന് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് M സ്വരാജും UDF-ന് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ആര്യാടൻ ഷൗക്കത്തുമാണ്. ആ സാഹചര്യത്തിലാണ് 75,000-ഓളം വോട്ടുകൾ താൻ പിടിക്കുമെന്ന് PV അൻവർ അവകാശപ്പെടുന്നത്. അതായത് അൻവറിൻ്റെ കണക്കനുസരിച്ച് ഏകദേശം 25,000-ഓളം വോട്ടുകൾക്ക് പുള്ളിക്കാരൻ നിലമ്പൂരിൽ വിജയിക്കും എന്നാണ് പറയുന്നത്. കഥയും കൽപ്പനകളും അങ്ങനെയൊക്കെ നിറയുമ്പോഴും യാഥാർത്ഥ്യം എന്തായിരിക്കും? പഴയകാലം പോലെ, അതായത് ആര്യാടൻ മുഹമ്മദിൻ്റെ ഭരണകാലയളവ് പോലെ ഏകപക്ഷീയമായി UDF-നോട് അടുത്തു നിൽക്കുന്ന ഒരു മണ്ഡലം ആണോ ഇപ്പോഴും നിലമ്പൂർ? കടുത്ത ചതുഷ്കോൺ മത്സരം നടക്കുമ്പോൾ ഇടതുപക്ഷത്തിന് അവിടെ ഇപ്പോൾ പ്രസക്തിയുണ്ടോ? അതോ അൻവർ അത്ഭുതം കാണിക്കുമോ? ചോദ്യങ്ങൾ ഇങ്ങനെ ഉയരുമ്പോൾ കോൺഗ്രസിൻ്റെ ആദ്യഘട്ട തിരഞ്ഞെടുപ്പ് വിലയിരുത്തൽ അത് ഉത്തരം നൽകുകയാണ്. ഒരർത്ഥത്തിൽ കോൺഗ്രസിനെയും UDF-നെയും പ്രതിസന്ധിയിൽ നിർത്തുന്ന ഒരു വിലയിരുത്തൽ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന് കാര്യങ്ങൾ അത്ര സുഖകരമല്ലെന്ന് തന്നെയാണ് കോൺഗ്രസ് വിലയിരുത്തൽ എത്തിയിട്ടുള്ളത് എന്ന് ഓൺലൈൻ മാധ്യമമായ വെബ്ദുനിയ റിപ്പോർട്ട് ചെയ്യുന്നു. എന്തുകൊണ്ട് ആര്യാടൻ ഷൗക്കത്തിന് കാര്യങ്ങൾ സുഖകരമാകുന്നില്ല? അതിനുത്തരം PV അൻവർ എന്ന് തന്നെയാണ്. PV അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസിന് തലവേദനയാകുമെന്നാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ചുമതലയുള്ള നേതാക്കളടക്കം ആശങ്കപ്പെടുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. മണ്ഡലത്തിലെ ലീഗ് വോട്ടുകളിലാണ് കോൺഗ്രസിന് സംശയമുയർന്നിരിക്കുന്നത്. ആര്യാടൻ ഷൗക്കത്തിനോട് അതൃപ്തിയുള്ള വലിയൊരു വിഭാഗം അണികൾ ലീഗിലുണ്ട് എന്നുള്ളത് നിലമ്പൂരിലെ കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാവുന്ന കാര്യമാണ്. ഈ വോട്ടുകൾ PV അൻവറിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ. അൻവർ പിടിക്കാൻ സാധ്യതയുള്ള കൂടുതൽ വോട്ടുകളും UDF-ൻ്റേതാകും എന്നുള്ള ആശങ്കപ്പെടുത്തുന്ന വിലയിരുത്തലും UDF നടത്തിയിട്ടുണ്ട്.
നിലവിലെ ഈ സാഹചര്യം ആർക്കെങ്കിലും ഗുണം ചെയ്യുന്നുണ്ടെങ്കിൽ അത് LDF സ്ഥാനാർത്ഥി സ്വരാജിന് മാത്രമായിരിക്കുമെന്നും കോൺഗ്രസ് നേതാക്കൾ കരുതുന്നുണ്ട്. മുസ്ലിം ലീഗിനെ പലപ്പോഴും കടന്നാക്രമിച്ചിട്ടുള്ള നേതാവാണ് ഷൗക്കത്ത്. മണ്ഡലത്തിലെ മുസ്ലിം വോട്ടർമാർ ഷൗക്കത്തിനോട് താൽപ്പര്യക്കുറവ് കാണിച്ചതുകൊണ്ടാണ് 2016 UDF വലിയ മാർജിൽ തോറ്റത് എന്ന യാഥാർത്ഥ്യം ഒരിക്കലും മാറ്റി നിർത്താൻ കഴിയില്ലെന്നും കോൺഗ്രസ് വിലയിരുത്തുന്നുണ്ട്. 2021 ഷൗക്കത്ത് മാറി VV പ്രകാശ് വന്നപ്പോൾ തോൽവിയുടെ ആഘാതം കുറഞ്ഞു. ആര്യാടൻ ഷൗക്കത്തിനേക്കാൾ കൂടുതൽ വോട്ടുകൾ പിടിക്കാൻ VV പ്രകാശിന് സാധിച്ചു. എന്നാൽ ഇന്ന് നിലവിലുള്ളത് 2014 സമാനമായ സാഹചര്യമാണെന്നാണ് കോൺഗ്രസ് കരുതുന്നത്. ആര്യാടൻ കുടുംബത്തിനോട് നിലമ്പൂരിലെ മുസ്ലിം ലീഗ് നേതാക്കൾക്കടക്കം കടുത്ത വിയോജിപ്പുണ്ട്. ലീഗ് അണികൾക്കിടയിലും ഈ അതൃപ്തി രൂക്ഷമാണ്. പാണക്കാട് കുടുംബം തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ നിന്നും വിട്ടുനിന്നത് വലിയ വിവാദമായിരുന്നു. ലീഗ് സംസ്ഥാന നേതാക്കളെ കളത്തിലിറക്കി പരമാവധി മുസ്ലിം വോട്ടുകൾ UDFിൽ എത്തിക്കാനുള്ള തീവ്ര ശ്രമമാണ് കോൺഗ്രസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ കാലങ്ങൾക്ക് മുന്നേ നിലമ്പൂരിൽ നിലനിൽക്കുന്ന ഈ ആര്യാടൻ കുടുംബവും മുസ്ലിം ലീഗും തമ്മിലുള്ള വിരോധം അത്ര പെട്ടെന്ന് അവസാനിപ്പിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യവും കോൺഗ്രസ് നേതാക്കൾക്ക് വ്യക്തമായി അറിയാം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മുന്നേ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ വിജയം മാത്രമാണ് ലക്ഷ്യം വച്ചതെങ്കിൽ ഒരിക്കലും ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കരുതായിരുന്നു എന്ന അഭിപ്രായവും ചില കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ചും സിറ്റിംഗ് MLA ആയ PV അൻവറെ പിണക്കിവിട്ട സാഹചര്യത്തിൽ അത് ഏത് രീതിയിൽ കോൺഗ്രസിന് തിരിച്ചടിക്കും എന്നുള്ള ആശങ്കയിലാണ് ഭൂരിപക്ഷം കോൺഗ്രസ് നേതാക്കളും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അൻവർ ഇല്ലെങ്കിലും വിജയിക്കുമെന്ന പ്രതീക്ഷ വച്ചുകൊണ്ടിരുന്ന UDF ഇപ്പോൾ ആകെ പ്രതിസന്ധിയിലാകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെയാണ്. കാരണം VD സതീശൻ്റെ ഒറ്റ നിർബന്ധ ബുദ്ധിയാണ് അൻവറിനെ UDFിൽ ഉൾപ്പെടുത്താൻ സമ്മതിക്കാത്തത്. എന്നാൽ സ്ഥിതിഗതികൾ മാറിയപ്പോൾ കാര്യങ്ങൾ LDFിന് അനുകൂലമായാണ് പോകുന്നതെന്ന് സതീശന് മനസ്സിലായി. PV അൻവറെ കൂടെ നിർത്തുക മാത്രമേ വഴിയുള്ളൂ എന്നും അൻവറിനെ പൂർണ്ണമായി തള്ളുന്ന നിലപാട് സ്വീകരിച്ച സതീശൻ സ്വരാജ് മത്സരരംഗത്ത് എത്തിയതോടെ നിലപാട് മയപ്പെടുത്തുകയായിരുന്നു. എന്നാൽ താൻ നേരിട്ട് അൻവറിനെ വിളിക്കുകയോ അന്വയിപ്പിക്കാൻ നോക്കുകയോ ചെയ്താൽ കൂടുതൽ വഷളാകുമെന്ന് മനസ്സിലാക്കിയാണ് അന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇടനിലക്കാരനായി കളത്തിലിറക്കിയത് എന്നാണ് ഇപ്പോൾ ആരോപണം ഉയരുന്നത്. ഈ ആരോപണം ശരിയാണെന്ന് കരുതാനൊരു കാരണവുമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ അൻവറിനെ കണ്ടത് ശരിയായില്ലെന്ന് പറയുമ്പോഴും സതീശൻ അതിനെ വളരെ ലാഘവത്തോടെയാണ് കാണുന്നത് എന്നുള്ളതാണ് സംശയം ജനിപ്പിക്കുന്നത്. തനിക്ക് രാഹുൽ അനുജനെ പോലെയാണെന്നും അൻവറിനെ കണ്ടത് ശരിയായില്ലെന്ന് പറയുകയും ശാസിക്കുകയും ചെയ്യുമെന്നും സതീശൻ പ്രതികരിച്ചിരുന്നു. അതിനപ്പുറത്തേക്ക് രാഹുലിനെതിരെ നിലപാട് സ്വീകരിക്കാൻ സതീശൻ തയ്യാറല്ല. അതേസമയം അൻവറിനെ ഒപ്പം നിർത്താൻ സാധിക്കാത്തതിൽ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾക്ക് പ്രതിപക്ഷ നേതാവ് VD സതീശനോട് കടുത്ത അതൃപ്തിയുണ്ട്. അൻവർ തനിച്ച് മത്സരിക്കാൻ തീരുമാനിച്ചത് UDFിന് ദോഷം ചെയ്യുമെന്നും അങ്ങനെയൊരു സാഹചര്യം ഒഴിവാക്കാൻ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ VD സതീശന് ഉത്തരവാദിത്തം ഉണ്ടായിരുന്നെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. തുടക്കം മുതലേ അൻവറിനോടുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ സമീപനം വളരെ മോശമായിരുന്നു എന്നും അല്പം ക്ഷമയോടെ കൈകാര്യം ചെയ്യേണ്ടിയിരുന്ന വിഷയത്തെ എടുത്തുചാട്ടം കൊണ്ട് വഷളാക്കിയെന്നുമാണ് അവർ ആരോപിക്കുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അർഹിക്കുന്ന പരിഗണന ഉറപ്പു നൽകി നിലമ്പൂരിൽ അൻവറിൻ്റെ പിന്തുണ ഉറപ്പാക്കുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നതെന്ന് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ പല നേതാക്കളും തങ്ങളുടെ അഭിപ്രായം അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും LDF സ്ഥാനാർത്ഥിയായി സ്വരാജ് എത്തിയതിനു പിന്നാലെ PV അൻവർ കൂടി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് UDF ക്യാമ്പിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. അൻവറിനെ അനുനയിപ്പിച്ച് ഒപ്പം നിർത്തേണ്ടതിനു പകരം കൂടുതൽ പ്രകോപിപ്പിച്ചത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായേക്കുമെന്നാണ് UDF ക്യാമ്പിൻ്റെ വിലയിരുത്തൽ. യഥാർത്ഥത്തിൽ UDF തോൽവി മണത്തു കഴിഞ്ഞോ? ഇതുവരെ നടന്ന കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണെന്ന് ചിലപ്പോൾ കരുതേണ്ടി വരും. കാരണം തോൽവിയെക്കുറിച്ച് ഭയമില്ലായിരുന്നു എങ്കിൽ ഒരിക്കലും രാഹുൽ മാങ്കൂട്ടത്തിൽ PV അൻവറെ കാണാൻ പാതിരാത്രി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകേണ്ടിയിരുന്നില്ല. മാത്രമല്ല, ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാറിൽ ഷാഫി പറമ്പിലും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ ഷാഫി പറമ്പിൽ കാറിൽ നിന്ന് പുറത്ത് ഇറങ്ങിയില്ലെന്നും പകരം രാഹുൽ മാങ്കൂട്ടത്തിൽ കാറിൽ നിന്നിറങ്ങി അൻവറെ കാണാൻ പോവുകയായിരുന്നു എന്നുമാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. പൊതുവെ കോൺഗ്രസിന് അനുകൂലമായ സാഹചര്യമുള്ള മണ്ഡലമാണ് നിലമ്പൂർ. ഇവിടെ ഈസിയായി ജയിക്കാമെന്നായിരുന്നു കോൺഗ്രസ് കണക്ക് കൂട്ടിയിരുന്നത്. PV അൻവറെ മുൻനിർത്തിയുള്ള കളികൾ ഏകദേശം ലക്ഷ്യത്തിലേക്ക് എത്തിയതുമാണ്. അതിനിടയിലാണ് VD സതീശൻ മറ്റാരോടും ചോദിക്കാതെ തൻ്റെ തനിച്ചാക്കി വിടക്കാക്കൽ മോഡൽ രാഷ്ട്രീയ കളി പുറത്തെടുത്തത്. അതോടുകൂടി സാഹചര്യങ്ങളും സാധ്യതയും മാറി മറിയുകയായിരുന്നു.
LDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ് പിറ്റേ ദിവസം തിരുവനന്തപുരത്തായിരുന്ന എം സ്വരാജ് മണ്ഡലത്തിൽ വന്നിറങ്ങിയതോടെ UDF നേതൃത്വത്തിന് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായി. അതോടുകൂടിയാണ് തലയ്ക്കും തലേ ദിവസം എം സ്വരാജിനെ വെല്ലുവിളിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ PV അൻവറുടെ കാല് പിടിക്കാനായി രാത്രിയിൽ വീട്ടിൽ പോയത്. എന്തായാലും UDF അനുകൂല മണ്ഡലമായ നിലമ്പൂരിൽ സ്വാഭാവികമായും കുറച്ച് സാധ്യതയുണ്ടായിരുന്ന UDFന് ഇപ്പോൾ അതില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മുസ്ലിം ലീഗുകാർക്കിടയിൽ എം സ്വരാജ് സ്വീകാര്യനായ നേതാവാണ്. ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കാൻ തക്ക വിധം മണ്ഡലത്തിൽ ജനകീയനായ സ്വരാജിൻ്റെ വ്യക്തിത്വം UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിൻ്റെ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കുമോ എന്ന് ഭയപ്പെട്ടിരുന്ന സമയത്താണ് അപ്രതീക്ഷിതമായി PV അൻവറിൻ്റെ എൻട്രി. ആര്യാടൻ ഷൗക്കത്തിൻ്റെ നിലപാടുകളോട് വിയോജിപ്പുള്ള ലീഗ് അണികളുടെ വോട്ട് അൻവർ പിടിക്കാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെ വന്നാൽ അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വം UDFനായിരിക്കും കൂടുതൽ തിരിച്ചടിയാകുകയെന്ന് കോൺഗ്രസ്, മുസ്ലിം ലീഗ് നേതൃത്വങ്ങൾ ഭയപ്പെടുന്നുണ്ട്. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനെതിരെ മുസ്ലിം ലീഗിൽ അതൃപ്തിയുണ്ടെന്ന് മനസ്സിലാക്കിയ ശേഷമാണ് LDFൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്നുള്ളതുകൂടി ഓർക്കണം. പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചാൽ ജയസാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ CPM തുടക്കം മുതലേ എം സ്വരാജിനെ സ്ഥാനാർത്ഥിയായി പരിഗണിച്ചിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. UDF സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ സ്വരാജുമായി സംസാരിക്കുകയും മത്സരിക്കാൻ തയ്യാറെടുക്കണമെന്ന നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു എന്ന വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്.